ഇന്ന് രാവിലെ ലൈവിൽ നടന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ട്. അത് നമ്മുടെ ഷാനവാസും ജിസയിലും തമ്മിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഷാനവാസും ജിസയിലും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അത് വേറെ മോശമായിട്ടൊന്നും അല്ല, അവർ തമ്മിലൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ അതവിടെ ആഘോഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ജിസയിലോ ഷാനവാസോ ഓൾവേസ് ഇരുന്ന് സംസാരിക്കുന്ന രീതിയിലേക്കല്ല. വന്ന സമയം തൊട്ടേ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഷാനവാസ് ജഡ്ജ് ചെയ്ത ഒരു കാര്യമാണ്, ജിസയിലിൻ്റെ ഡ്രസ്സിങ് ഒക്കെ ജഡ്ജ് ചെയ്തതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വന്ന് പിന്നെ അവർ തന്നെ നല്ലൊരു കോൺവെർസേഷനിലേക്കും ഒരു ഓപ്പൺ കോൺവെർസേഷൻസിലേക്കും ഒക്കെ പോയിട്ട് പിന്നെ ജിസയിലിൻ്റെ ഒരു ടാക്റ്റിക്കാണ് ഈ പറഞ്ഞ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ ആണുങ്ങളെയും ജിസയിൽ നല്ല പോലെ ആളുടെ കൂടെ നിർത്തും. അത് പോസിറ്റീവായിട്ട് തന്നെ കൂടെ നിർത്തുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെയുള്ള വലിയ തടിമാടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല നിലപാടൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന കുറച്ച് ആണുങ്ങളെ കൂടെ നിർത്തുന്നത് ജിസയിലൊരു സപ്പോർട്ടാണ്. അത് ജിസയിൽ അവിടെ ചെയ്യാറുണ്ട്. ഇതിനെതിരെ അനുമോള് ഓരോ കണ്ടുപിടിച്ച് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നെവിനുമായിട്ട് ഷാനവാസ് ഉണ്ടാക്കിയ ആ ഒരു പ്രശ്നം, നെവിൻ മോശമായിട്ട് തൊട്ടതായിട്ടും ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചതായിട്ടും അത് ഷാനവാസിന് ഉണ്ടായി എന്നും അത് പറയുന്ന സമയത്ത് പറഞ്ഞ കാര്യമാണ്, എന്നാൽ ഇത് പബ്ലിക്കായിട്ട് താൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഷാനവാസ് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇത് ജിസേൽ ചോദിക്കുകയാണ്. ജിസേൽ ചോദിച്ച ആ ഒരു രീതിയിൽ ചോദിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം നന്നായിട്ട് ബോധിച്ചു. കാരണം എന്ന് വെച്ചാൽ ചോദിച്ചത് വളരെ നല്ല കാര്യമാണ്. അപ്പം നമുക്കൊരു നല്ല സുഹൃത്തുണ്ട്, നല്ല സുഹൃത്താണ്. അതായത് നമുക്കറിയാം ജിസേൽ എങ്ങനെയാണോ ഷാനവാസിന്, അതുപോലെ തന്നെ നെവിനും ഷാനവാസിനും തമ്മിലൊരു കോംബോ ഉണ്ട്. അപ്പോൾ നല്ലൊരു സുഹൃത്തുമായിട്ട് കൂട്ടുകൂടി നടക്കുന്ന സമയത്ത് നമ്മൾ ആ സുഹൃത്തുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഷെയർ ചെയ്യും. ഇതെല്ലാം ഒരൊറ്റ വഴക്കിൻ്റെ പേരിൽ ഈ പറഞ്ഞ ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ചെറിയൊരു വഴക്ക് വരുമ്പോഴത്തേക്കും അതെല്ലാം തിരിച്ച് ഓപ്പോസിറ്റായിട്ട് ഒരു എന്താ പറയുക അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു തെറ്റാണ്. അപ്പോൾ ഷാനവാസ് അത്തരത്തിൽ നെവിൻ്റെ അടുത്ത് യൂസ് ചെയ്തതല്ലേ എന്നുള്ള രീതിയിൽ ജിസേൽ മാന്യമായിട്ട് ഷൗട്ട് ചെയ്തിട്ടൊന്നും അല്ല. ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസ് വരുമ്പോഴത്തേക്കും നല്ല രസമാണ് അത് കേട്ടിരിക്കാൻ. അവർ ചുമ്മാ അടന്ന് വാവക്കോ അടി ഉണ്ടാക്കുകയോ അല്ലല്ലോ. അപ്പോൾ ജിസേൽ അത് കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. ഷാനവാസ് ഇപ്പോൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഇത് അങ്ങനെ ഒരു രീതിയിലല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇത് അറിയണം, നെവിൻ ഇത് തിരിച്ചറിയണം, അല്ലെങ്കിൽ നെവിനെ കുറിച്ച് എനിക്ക് പറയണം. ഇത് പലതവണ ഞാൻ വാൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഞാൻ അതടം സൂചിപ്പിച്ചിട്ടുണ്ട്, നെവിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ. നെവിൻ തൊട്ട് ബാക്കിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ നെവിനെ കുറിച്ചാണെന്നുള്ളത് നെവിന് നന്നായിട്ട് അറിയാം. നെവിൻ ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജിസേലും നെവിനും തമ്മിൽ കോൺവെർസേഷൻ നടത്തിയതിന് ശേഷമാണോ ജിസേൽ ഷാനവാസിൻ്റെ അടുത്ത് വന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കാണുന്ന ലൈവിൽ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഷിയാസ് കരീം, ഇപ്പോൾ ഹോട്ടലിലെ ഗസ്റ്റ് ആയിട്ടുള്ള ഷിയാസ് കരീം വരുന്നുണ്ട്. അപ്പോൾ നെവിൻ്റെ ടോപ്പിക്കാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഷിയാസിനെ മനസ്സിലാവുന്നുണ്ട്. ഷിയാസിനെ വിളിച്ചിരുത്തി സംസാരിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ഡയലോഗിനൊന്നും ഷിയാസ് നിന്നില്ല, അങ്ങനെ പിന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ജിഷൻ വന്നിട്ട് ജിഷനും ഇതിൻ്റെ ഇടയിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അത് മാന്യമായിട്ട് എനിക്ക് തോന്നി. അതായത് നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇവിടെ നിർത്താം, ഇതൊരു വലിയ ഡിസ്കഷനിലേക്ക് കൊണ്ടുപോകേണ്ട, ലാലേട്ടൻ വരുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കും, അപ്പോൾ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു വിഷയത്തിൽ എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്നുള്ളത് ഹൗസിലുള്ള മറ്റ് മത്സരാർത്ഥികൾക്ക് ഒരു കൺഫ്യൂഷനുണ്ട്. പിന്നെ ഇത് മോശമാണോ ബാഡ് ടച്ച് ആണോ ഗുഡ് ടച്ച് ആണോ എന്ന് തീരുമാനിക്കേണ്ടതും ഈ ടച്ച് കിട്ടിയ ആളാണ്. അപ്പോൾ ഷാനവാസിന് തീരുമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് സൂചിപ്പിക്കാനുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇത് മൊത്തം കേൾക്കുന്നവർ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ഓർത്തു വച്ചിരിക്കുക. നെവിൻ്റെ സെക്ഷുവാലിറ്റി എന്താണ് എന്നുള്ളത് അബി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിക്കാൻ വേണ്ടി ഒരു റീസൺ എന്തായിരുന്നു? ഒരു റീസൺ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ ചോദിച്ചത്. പിന്നെ നെവിൻ്റെ അവിടുത്തെ ആ ഒരു ബോഡി, അല്ലെങ്കിൽ മറ്റുള്ള ആണുങ്ങളടുത്തും സ്ത്രീകളടുത്തും ഒക്കെ നെവിൻ കാണിക്കുന്ന ഒരു ബോഡി അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിൽ റോങ് ആൻഡ് റൈറ്റ് അത് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് കാര്യം പറയാൻ സാധിക്കും. ഇനി അടുത്ത ഒരു കേസ് പറയുകയാണെങ്കിൽ അനുമോള് ഈ ഒരു സെയിം വിഷയത്തെക്കുറിച്ച് നെവിൻ്റെ വൃത്തികെട്ട രീതികളിലുള്ള നോട്ടവും തൊടലും എന്ന് അനുമോള് സംസാരിച്ചിട്ടുണ്ട്. ഓഫ്കോഴ്സ് സംസാരിച്ചിട്ടുണ്ട്. അത് അനുമോൾ ഇവിടെ വിഴുങ്ങുമോ അല്ലെങ്കിൽ അനുമോൾ അത് സംസാരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. പ്രവീൺ ഇത്തരത്തിൽ സംസാരിച്ചു എന്നുള്ളത് ഷാനവാസ് വഴി പറയുന്ന സമയത്ത് ആദിലെ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആദിലെ ഷാനവാസിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വിഷയത്തിൽ നെവിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ സെക്ഷുവാലിറ്റി ഞാൻ എന്താണ് എന്നുള്ളത് പറയേണ്ട കാര്യമില്ല, മറ്റുള്ളവർക്ക് അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്, മറ്റുള്ളവർക്ക് പറയേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് അതിനകത്ത് വലിയൊരു യോജിപ്പില്ല. ഫോർ എക്സാമ്പിൾ, ഞാനെന്ന് ഓർത്തൊരു വ്യക്തി ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ഞാൻ ട്രാൻസ് ആണോ ലെസ്ബിയൻ ആണോ എന്നുള്ളത് ഞാനുമായിട്ട് ഇടപെടുന്ന ആൾക്ക് അറിയുന്നത് നല്ലതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം ഞാനൊരു പെണ്ണാണ്, അപ്പോൾ ഉറപ്പായിട്ടും ഒരു പെണ്ണിന് എന്നോട് കണക്ട് ചെയ്യാൻ നല്ലതായിരിക്കാം. പക്ഷെ ഞാനൊരു ലെസ്ബിയൻ ആണെന്ന് പറയുമ്പോൾ
അവർക്ക് അന്നേരം കുറച്ച് മീൻസ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ അവർക്ക് നല്ലതെന്ന് തോന്നിയാലോ. അപ്പോൾ അത് എനിക്ക് അതിനെ പറഞ്ഞു അറിയിക്കാൻ എനിക്കും അതിനനുസരിച്ചൊരു നോളജ് ഉള്ളതായിട്ട് ഞാൻ കൺഫേം ചെയ്യുന്നില്ല, കാരണം ഞാൻ കേട്ടറിഞ്ഞതും വാങ്ങിച്ചറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നെവിനെ സംബന്ധിച്ചിടത്തോളം ആ ഹൗസിൽ മാത്രമാണ് നെവിൻ ഇപ്പോൾ ഉള്ളത്. ബിഗ് ബോസ് ഹൗസിൽ വരുമ്പോൾ തൻ്റെ സ്വത്വം എന്താണെന്നുള്ളത് അവിടെ പറയുന്നത് കൊണ്ട് തെറ്റില്ല എന്നെനിക്ക് തോന്നി. കാരണം ഈ പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് നെവിൻ്റെ ടച്ച് എന്ത് തരത്തിലുള്ളതാണെന്നുള്ളത്, അത് നെവിൻ്റെ ബാക്ക് ടച്ച് ആയിട്ട് മറ്റൊരാൾക്ക് ഫീൽ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നെവിൻ എന്താണ് നെവിൻ്റെ സ്വത്തം, അല്ലെങ്കിൽ നെവിൻ്റെ ആ ഒരു സെക്ഷുവാലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നത് തെറ്റില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. അത് പേഴ്സണൽ കാര്യമാണ്. നമ്മൾ സെക്സ് ചെയ്ത കാര്യമല്ലല്ലോ പറയുന്നത്, സെക്ഷുവാലിറ്റി എന്താണെന്നുള്ളതാണ് പറയുന്നത്. അത് പേഴ്സണൽ ആണ്, പക്ഷേ എങ്കിലും ചില സാഹചര്യങ്ങളിൽ അത് അറിയിക്കുന്നത് നല്ലതാണ്. ഇപ്പം മുഖമൊക്കെ മൂടി ഹിജാബൊക്കെ ഇട്ട് കുറേ മുസ്ലിം റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ഹിജാബൊക്കെ ഇട്ട് നടക്കും. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ ചില അവസരത്തിൽ അവരുടെ മുഖം വെളിപ്പെടുത്തേണ്ടി വരുന്ന അവസരങ്ങളുണ്ട്. കാരണം എന്താ, ആ വ്യക്തി ഏതാണ്, ഒരു വ്യക്തി എന്ന് പറയുന്നതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നൊരു കാര്യമുണ്ട്. ആ ഐഡന്റിഫൈ ചെയ്യേണ്ട റീസൺ ഉണ്ട്. കൊള്ളക്കാരനാണോ അല്ലെങ്കിൽ പോലീസ് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നൊക്കെ അറിയുന്നൊക്കെ മുഖം കാണട്ടെ. അതേപോലെ ചില സിറ്റുവേഷനിൽ, വളരെ റയറായിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ, ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസിനെ നെവിൻ മോശമായിട്ട് തൊട്ടു പിണിച്ചു എന്നുള്ളത് വരുമ്പോൾ നെവിനൊരു ആണാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. പിന്നെ പുറത്ത് ഇപ്പം ജാൻമോണിയൊക്കെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് നെവിൻ ശരിക്കും ഒരു ഗേ ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജാൻമോണിയൊക്കെ ഇവിടെ പുറത്ത് പറയുമ്പോൾ അത് അകത്തിരിക്കുന്നവരാരും കേൾക്കുന്നില്ല. പക്ഷേ അവരുടെ പിടുത്തവും ടച്ചും അതൊക്കെ പിന്നെ ഈ പുറത്തിറക്കുന്നവർ കാണുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയാലും ഉറപ്പായിട്ടും നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അതിലേക്ക് ഒരാണ് വന്ന് തൊട്ടാലും പെണ്ണ് വന്ന് തൊട്ടാലും അത് നമ്മളുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള, നമ്മുടെ മാത്രം സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇടിച്ചു കയറലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മേ ബി തെറ്റുണ്ടാകും, ഞാൻ ചിന്തിക്കുന്ന ലെവലിൽ തെറ്റുണ്ടാകും, ബട്ട് എൻ്റെ പെർസ്പെക്റ്റീവാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ എനിക്ക് നെവിൻ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ മോഹൻലാൽ ചോദിക്കുമ്പോഴാണെങ്കിലും നെവിൻ എന്താണ് എന്നുള്ളത്, ഒരാണാണോ പെണ്ണാണോ ഗേ ആണോ എന്നൊക്കെയുള്ളത് നെവിൻ തുറന്നു പറഞ്ഞേ പറ്റൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഷാനവാസിന് മാത്രമല്ല, അവിടെ പലരും ഈ നെവിൻ്റെ ഈ ഒരു ബോഡ്ലി പെരുമാറ്റത്തിൽ പലരും അവിടെ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. സോ ആ കാര്യത്തെക്കുറിച്ച് എന്തായാലും ഒരു ഡിസ്കഷൻ അവിടെ ഉണ്ടാകും. അപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്യാന്നുള്ളത് നെവിൻ്റെ ഒരു ആവശ്യമായി മാറും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. മോർ ലൈവ് അപ്ഡേറ്റുമായിട്ട് സീരിയൽ വേറെ ഉടനെ വരാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.